വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 820 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. അടുത്ത ആഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ്. വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാൻ ശ്രമിക്കുന്നതാണ്. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതാണ്. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.31 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ധനകാര്യ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ബിൽ ജനറേഷൻ പ്രവർത്തനങ്ങൾക്കായി പെൻഷൻ സോഫ്റ്റ്വെയറായ സേവന പെൻഷൻ വെബ്സൈറ്റ് 3/4/2025 5 മണിക്ക് ക്ലോസ് ചെയ്തിരുന്നു. ലൈഫ് സർട്ടിഫിക്കറ്റ്, വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ, സസ്പെൻഷൻ റീവോക്ക്, ഡാറ്റ കറക്ഷൻ എന്നീ നടപടികൾ 3/4/2025 5 മണിക്ക് മുൻപായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പുനർവിതരണം നടത്തുന്നതല്ല. ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭ്യമാകാതിരുന്നാൽ ആയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മാത്രമായിരിക്കുമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നതാണ്. സാധാരണ ഓരോ മാസവും 25-ാം തീയതിയാണ് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുന്നത്. 1600 രൂപ വീതമാണ് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും 1 മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതൽക്കുള്ള ക്ഷേമ പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അവിവാഹിത പെൻഷൻ, വിധവാ പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ താൻ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറുടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ കുറയാതെയുള്ള റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് ക്ഷേമ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വയ്ക്കുന്നതാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. പെൻഷൻ അപേക്ഷ നൽകിയ സമയത്തെ രേഖകൾ പ്രകാരം പെൻഷൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയ പ്രായം 60 വയസ്സോ അതിനു മുകളിലോ ആയിട്ടുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടാതെ മസ്റ്ററിംഗും നടത്തേണ്ടതാണ്. വിവിധ കാരണങ്ങളാൽ താൽക്കാലികമായി തടഞ്ഞു വയ്ക്കപ്പെട്ട ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പിന്നീട് അർഹരാണെന്ന് കാണുന്ന പക്ഷം
ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാർ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന് ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതാണ്. വാഹനമുണ്ട് അല്ലെങ്കിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നു എന്ന കാരണത്താൽ തെറ്റായി രേഖപ്പെടുത്തിയത് മുഖേന ക്ഷേമ പെൻഷൻ തടയപ്പെട്ടവർക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കുവാൻ അർഹതയുണ്ടായിരിക്കും. 2-ൽ കൂടുതൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരുന്ന കാരണത്താൽ പെൻഷൻ തടയപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുമ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന തീയതി മുതൽക്കുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. അവർക്ക് കുടിശ്ശികയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സേവന സോഫ്റ്റ്വെയറിൽ നിന്നും സ്ഥിരമായി സസ്പെൻഡ് ചെയ്യപ്പെടുകയും പുതിയ അപേക്ഷ നൽകിയത് പ്രകാരം പെൻഷൻ അനുവദിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് ബന്ധപ്പെട്ട പ്രാദേശിക സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന തീയതി മുതൽ ബോർഡ് അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ അംഗീകരിക്കുന്ന തീയതി മുതൽക്ക് മാത്രമേ പെൻഷന് അർഹതയുള്ളൂ. അവർക്ക് കുടിശ്ശിക ലഭിക്കുന്നതല്ല. 2023 ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ മുതൽ 2025 ജനുവരി മാസത്തിൽ വിതരണം ചെയ്തതുവരെയുള്ള കാലയളവിൽ വിവിധ സാങ്കേതിക കാരണങ്ങളാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തുക അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തിട്ടില്ല. ഒരു പ്രാദേശിക സർക്കാരിൽ നിന്നും മറ്റൊരു പ്രാദേശിക സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഗുണഭോക്താക്കൾ മസ്റ്റർ ചെയ്തിട്ടും അപ്ഡേറ്റ് ആയിട്ടില്ല. പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും ക്ഷേമ പെൻഷൻ മുടങ്ങി തുടങ്ങിയ വിവിധ സാങ്കേതിക കാരണങ്ങളാൽ 2023 ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ മുതൽ 2025 ജനുവരി മാസം വിതരണം ചെയ്തതുവരെയുള്ള കാലയളവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയ 10,590 ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തുക അനുവദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തിട്ടില്ല. ഒരു പ്രാദേശിക സർക്കാരിൽ നിന്നും മറ്റൊരു പ്രാദേശിക സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഗുണഭോക്താക്കൾ മസ്റ്റർ ചെയ്തിട്ടും അപ്ഡേറ്റ് ആയിട്ടില്ല. പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും ക്ഷേമ പെൻഷൻ മുടങ്ങി തുടങ്ങിയ സാങ്കേതിക കാരണങ്ങളാൽ 2023 ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ മുതൽ 2025 ജനുവരി മാസം വിതരണം ചെയ്തതുവരെയുള്ള കാലയളവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയ 10,590 ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനാവശ്യമായ തുകയായ 1,95,27,600 രൂപ അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. ഇതിൽ 6,180 ഗുണഭോക്താക്കൾക്ക് ബാങ്ക് വഴി വിതരണം നടത്തുന്നതിനാവശ്യമായ തുകയായ 1,13,89,400 രൂപയും 4,410 ഗുണഭോക്താക്കൾ സഹകരണ സ്ഥാപനങ്ങൾ വഴി നേരിട്ട് വീടുകളിൽ പെൻഷൻ ലഭ്യമാക്കുന്നതിനാവശ്യമായ 81,30,8,200 രൂപയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്.